പ്ലാച്ചേരി സ്റ്റേഷനിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഞ്ചാവ് വളർത്തിയെന്ന കേസിൽ റിപ്പോർട്ട് നൽകിയ റേഞ്ചർ BR ജയന് സസ്പെൻഷൻ. പ്രതിയായ അജേഷിന്റെ മൊഴി ഇഷ്ടപ്രകാരം എഴുതി ചേർത്തെന്നാണ് കണ്ടെത്തൽ. പ്രതികാരബുദ്ധിയാൽ അധികാര ദുർവിനിയോഗം ചെയ്തതിനാണ് നടപടി. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഗുരുതരമായ ഒരു കാര്യമാണ്. സസ്പെൻഷൻ നൽകിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത്? പൂജ, വ്യക്തിവൈരാഗ്യത്തിന് വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തി എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വനം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഡീഷണൽ പ്രിൻസിപ്പൽ CCF BR ജയനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നലെ വനം മന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച ഉന്നതതല യോഗത്തിൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അഡീഷണൽ പ്രിൻസിപ്പൽ CCF BR ജയനെ സസ്പെൻഡ് ചെയ്തതായി ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ അറിയാം, ഈ പ്രതിയായ അജേഷിന്റെ മൊഴി പ്രകാരം അത് ഇഷ്ടപ്രകാരം എഴുതി ചേർന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജയനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഫോണിൽ റെക്കോർഡ് ചെയ്ത പ്രതിയുടെ മൊഴി സമൂഹ മാധ്യമങ്ങളെ വഴി പ്രചരിപ്പിച്ച ഉദ്യോഗസ്ഥ നടപടി പ്രത്യേകിച്ചും വനം വകുപ്പിനൊക്കെ നാണക്കേടുണ്ടാക്കി എന്ന വിലയിരുത്തലും ഇന്നലെ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലുണ്ടായി. പ്രത്യേകിച്ച് ഈ വന്യമൃഗശല്യമൊക്കെയായി വനംവകുപ്പിന് തന്നെ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്ത് അത് വനംവകുപ്പിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്ന് മന്ത്രി തന്നെ പറയുകയുണ്ടായത്. തുടർന്നാണ് BR ജയനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്. തന്റെ അധികാര പരിധിയിൽ കുറ്റകൃത്യം കണ്ടെത്തിയതിന് പിന്നാലെ സാധാരണയായി സ്വീകരിക്കുന്ന നടപടികളൊന്നും തന്നെ BR ജയൻ ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് വനം വകുപ്പ് അനുസരിച്ചുള്ള നിയമമനുസരിച്ചുള്ള നടപടികൾ തന്റെ കീഴിൽ നടക്കേണ്ട ഒരു ഇത്തരത്തിലൊരു കഞ്ചാവ് കൃഷി നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരെ കേസെടുക്കാനോ അതിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാനോ ഒന്നും തന്നെ ജയൻ അന്ന് ശ്രമിച്ചിരുന്നില്ല. ഇതെല്ലാമാണ് ഇപ്പോൾ ജയന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ശരി, ഷിനോജ് വിവരങ്ങൾ നൽകിയത്.